ഹലോ അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ജാമ്പയ്ക്ക അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ തന്നെ പിടിച്ചിട്ടുള്ള ചാമ്പയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. ഈ ചാമ്പയ്ക്ക നല്ലതുപോലെ കഴുകിയിട്ട് കുരുവൊക്കെ കളഞ്ഞ് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരല്പം മാത്രം കായപ്പൊടിയും അതുപോലെ 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇതിനി റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതൊന്നുമില്ല, അപ്പോൾ തന്നെ അച്ചാറിടാൻ പോവുകയാണ്. ഒരു ചീനച്ചട്ടി ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. അച്ചാറൊക്കെ ഇടുന്ന സമയത്ത് അത്യാവശ്യം നല്ലതുപോലെ തന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ചെറുതായി ഒന്ന് വഴന്നു വരുമ്പോഴേക്കും ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നേരത്തെ അല്പം മാത്രമേ കായപ്പൊടി ചേർത്തിട്ടുള്ളായിരുന്നു. ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ ഉലുവയുടെ പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളൊന്നും കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിച്ചേക്കണം. ഇനി ഇതേ സമയം നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ വിനെഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഗ്രേവി നല്ലതുപോലെ തിളയ്ക്കുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഗ്രേവി നല്ലതുപോലെ തിളയ്ക്കുമ്പോഴേക്കും കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചാമ്പയ്ക്ക കൂടി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഈ ചാമ്പയ്ക്ക അച്ചാർ കടുമാങ്ങയൊക്കെ കഴിക്കുന്നത് പോലെ തയ്യാറാക്കുന്ന ദിവസം തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ലതുപോലെ തണുക്കുന്ന സമയത്ത് കുപ്പിയിലാക്കിയിട്ട് പിറ്റേ ദിവസം മുതൽ കഴിക്കുന്നതാവും കൂടുതൽ ടേസ്റ്റ്. ഇതിനു മുമ്പ് ഞാൻ ഇരുമ്പൻ പുളി അച്ചാറും അതുപോലെ ചൂരമീൻ അച്ചാറും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. എപ്പോഴും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.